നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഭക്ഷണത്തിന് ഉണ്ടാക്കുന്ന ഒരു ചെറിയ പൊടിക്കൈയാണ് കേട്ടോ. അതായത് വായ്ക്ക് രുചിയില്ലാത്ത സമയത്ത് നമുക്ക് വേഗം വേഗം ഭക്ഷണം കഴിക്കാനായിട്ടല്ലേ, പനിയോ അങ്ങനെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ വായ്ക്ക് രുചിയൊക്കെ ഇല്ല എങ്കിൽ നമുക്ക് എന്താ ഭക്ഷണം കഴിക്കാനേ തോന്നില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണമായിരിക്കും. അപ്പോൾ നല്ല രുചിയോടുകൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞ് ഐറ്റമാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കണതാണ് കേട്ടോ. കുട്ടിക്കാലത്തും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് എല്ലാവരും. നിങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒരു പക്ഷേ. ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പുളിയാണ് കേട്ടോ ആവശ്യം. ടമറിൻ്റെ പുളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുക്കാം. അത് നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട്, പൊടിയരി കഞ്ഞി വെച്ചത്. പനി വരുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, പനിക്കാർക്കും ഇതുപോലെ തന്നെ വായിക്ക് രുചിയില്ലാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇനി അല്ല നമുക്ക് വീട്ടിലൊന്നും ഇല്ല നിൽക്കുക, കാലത്തെ ഭക്ഷണം കഴിക്കാനായാലും ഉച്ചയ്ക്കായാലും ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ പൊടിയരിക്കഞ്ഞി വിളമ്പി വെച്ചു. അതിലേക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തു. ഒരു 3-4 കാന്താരി മുളക് എടുത്തു, നല്ല എരിവുള്ള മുളക്, നല്ല ടേസ്റ്റുള്ളതും. കുറച്ച് ഉപ്പെടുത്തു. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം, പച്ചവെള്ളം. ഉപ്പൊക്കെ ഒന്ന് അലിയട്ടെ. ആദ്യം തന്നെ ഈ പുളി അതിലൊന്ന് കലക്കാം. ആദ്യം മുളക് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ മുളക് നമ്മൾ തിരുമ്മി കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കയ്യമ്മ ആയാൽ ചിലപ്പോൾ നീറും. അതുകൊണ്ട് ആദ്യം പുളി തന്നെ നമ്മൾ ചെയ്യണം. അതിന് ശേഷം മുളക് ഉടയ്ക്കാം. കൈ കൊണ്ട് തന്നെ അങ്ങനെ അമർത്തി ഉടച്ച് ഞരടി അങ്ങനെ മിക്സ് ചെയ്യാം. നന്നായിട്ട് ചെയ്യണം. എൻ്റെ കയ്യിലുള്ള മുളക് 2 ദിവസമായിട്ട് പൊട്ടിച്ച് വെച്ചിട്ട്, അപ്പോൾ അത് വാടിയുണ്ട്. നല്ലൊരു ബുദ്ധിമുട്ട് അങ്ങനെ ആക്കാൻ. പച്ചയ്ക്ക് പൊട്ടിച്ച് കൊണ്ടുവന്ന വഴിക്കാണെങ്കിൽ വേഗം വേഗം ആവും കേട്ടോ. മിക്സ് ചെയ്യാൻ വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ചേർക്കാം കേട്ടോ. ഒരു തുള്ളി വെള്ളം കൂടി ഒഴിക്കാം. ഇപ്പം ഇഷ്ടം പോലെ കേട്ടോ. വയൽ വെള്ളം വരുന്നില്ലേ. നന്നായിട്ട് മിക്സ് ചെയ്തു. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു, കാരണം പുളി നന്നായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചു. ഇതിൻ്റെ ഒരു ഇത്തിരി കിട്ടിയാൽ കഞ്ഞിയോ ചോറോ എന്ത് വേണമെങ്കിലും വയറ് നിറച്ച് കഴിക്കാം കേട്ടോ. പിന്നെ ഇത്തിരി ഇഞ്ചി തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ കേട്ടോ. കഞ്ഞിക്ക് ഇഞ്ചി തൈര് ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഇഞ്ചി തൈര് വിളമ്പുകയാണ് ആദ്യം തന്നെ. പുളിയും മുളകും കൂടി തിരുമിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് എടുത്തെടുക്കാം. അല്ല ഉച്ചക്കറിക്ക് ഇത് ഇത്തിരി ഉണ്ടായി നല്ല സ്വാദ. നെല്ലിക്കരി വേണം? വേണ്ട, നെല്ലിക്ക ഇന്നലെ ഉണ്ടാക്കിയതാണ്. വേണ്ട, നെല്ലിക്കരി കേട്ടോ ഇഷ്ടമായില്ലേ. ഇഞ്ചി തൈരോ എടുത്തുണ്ട്, കുറച്ച് ഒഴിക്കാം. വേണ്ട, ഞാൻ ഒഴിക്കാട്ടെ. പക്ഷെ എനിക്ക് ഇഞ്ചി തൈര് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിക്കായാലും ചോറിനായാലും നല്ലതല്ലേ ഇത്തിരി ഉണ്ടെങ്കിൽ. ഞാൻ കാര്യം പറയട്ടെ, പനി പിടിക്കില്ലേ നമുക്ക്. പനി പിടിച്ചിട്ട് വായിക്ക് രുചിയില്ലാണ്ട് എന്ത് ചെയ്യാം. ഇത് സൂപ്പറല്ലേ, വേറെ ഒന്നുമല്ല. തീർച്ചയായിട്ടും അടിപൊളിയായിട്ടാ. ഇഷ്ടമായിട്ടാ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളി അടിപൊളിയിട്ടാ ബ്രേക്ക്ഫാസ്റ്റ്. സൂപ്പർ സൂപ്പർ. ഇനി ഉച്ചയ്ക്ക് ബാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇതും വെച്ചിട്ടുണ്ട്, ഇഞ്ചി തേരും വെച്ചിട്ടുണ്ട്, നെല്ലിക്കറിയും വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഓക്കെ, ഇഷ്ടമായ ഇടയ്ക്ക് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. നല്ലതാ. ചിലപ്പോൾ കാന്താരി മുളക് കിട്ടണം കേട്ടോ, അപ്പോഴേ ഉണ്ടാക്കാൻ നല്ലതുള്ളൂ. മറ്റുള്ള മുളക് ഇത്ര പോരാ. ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ വീഡിയോ ഇട്ടുണ്ടല്ലേ കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഓക്കെ.